ഹായ് സുഹൃത്തുക്കളെ, ഞാൻ കൊച്ചിയിൽ നിന്നും മാനുവൽ കുടിവേലി. എൻ്റെ യൂട്യൂബ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പെട്ടെന്ന് കടന്നു വരാം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ മൂന്നാം ഭാഗത്തേക്ക്. യുദ്ധം തുടരുകയാണ്, പടരുകയുമാണ്. അന്നത്തെ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേക പേര് ലഭിച്ചിരുന്നു, ട്രെഞ്ച് യുദ്ധം അഥവാ കിടങ്ങ് നിർമ്മിച്ചുകൊണ്ടുള്ള യുദ്ധം. നെടുനീളത്തിൽ നൂറുകണക്കിന് കിലോമീറ്റർ ദൈർഘ്യത്തിൽ അതിർത്തികളിൽ പട്ടാളം തമ്പടിച്ചുകൊണ്ട് എതിരാളികളെ നേർക്കുനേർ വെടിവെച്ച് വീഴ്ത്തുന്ന സിംഗിൾ ഷെൽ പ്രയോഗം നടത്തിക്കൊണ്ടിരുന്ന തോക്കുകളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ എത്ര ക്രൂരമാണതെന്നും മനസ്സിലാക്കാം. ഒപ്പം തന്നെ ഈ ട്രെഞ്ചിനകത്തെ ജീവിതം എന്ന് പറയുന്നത് പട്ടാളക്കാരുടെ ഏറ്റവും ദുസ്സഹനീയമായ ഒരവസ്ഥയായിരുന്നു. കാരണം ഈ പട്ടാളക്കാർ ജീവിച്ചിരുന്നത് ഈ ട്രെഞ്ചുകളിനകത്തായിരുന്നു. അതിൽ ജീവിക്കുന്ന അവസ്ഥ ചിന്തിച്ച് നോക്കിയാൽ എലികൾ ഉൾപ്പെടെ മറ്റ് എല്ലാ ക്ഷുദ്രജീവികളും അതിനകത്ത് പട്ടാളക്കാരുടെ ഇടയിലൂടെ നിറഞ്ഞു പോകുന്ന അവസ്ഥ. എങ്ങനെ ഒന്ന് ഒരു കോള കണ്ണടക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഭക്ഷണങ്ങളിൽ മാലിന്യം കടന്നു, എല്ലാ രീതികളിലും ദുസ്സഹമായ അവസ്ഥ. തലപൊക്കിയാൽ വെടികൊള്ളുന്ന അവസ്ഥ. ഇങ്ങനെ പോകുന്ന യുദ്ധം ഇഞ്ചോടിഞ്ച് മാത്രം മുന്നോട്ട് നീങ്ങുന്ന അവസ്ഥ. ഈ ദുരവസ്ഥയിൽ ബ്രിട്ടൻ സഖ്യകക്ഷികളുമായി ഇവരോടൊത്ത് ചേരുകയാണ്. അതോടുകൂടി യുദ്ധത്തിൻ്റെ ഗതി മാറുകയാണ്. അവർ പുതിയ ആയുധങ്ങളുമായി രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ കണ്ടുപിടുത്തങ്ങളുടെ പ്രധാന ഒരു യുദ്ധ സാമഗ്രിയായിരുന്നു മെഷീൻ ഗൺ. മെഷീൻ ഗണ്ണിൻ്റെ പ്രയോഗം മുൻനിരയിലേക്ക് വന്നതോടുകൂടി ജർമ്മനിക്ക് നിക്കക്കള്ളിയില്ലാതായി. കാരണം അവരുടെ ടെക്നോളജി അല്പം പുറകിലായി പോയി. ആ ഒരു ട്രിഗറിങ്ങിൽ അനേകം പട്ടാളക്കാരെ ഒറ്റടിക്ക് തീർക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമല്ലേ ഒരു ഭയാശങ്കയുണ്ടാവും, പരാജയഭീത ഉണ്ടായി. എന്നാൽ യുദ്ധ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും എപ്പോഴും മനസ്സിലാക്കാം, കണ്ടുപിടുത്തങ്ങൾ ദ്രുതഗതിയിലുണ്ടാവും. അഥവാ പണമാണല്ലോ ഇതിനെല്ലാം പിന്നിൽ നിന്നും പമ്പ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടുപിടുത്തങ്ങളുണ്ടായി. ഇവരും മെഷീൻ ഗണ്ണിലേക്ക് വന്നു. ഒപ്പം തന്നെ ആകാശ വിമാനങ്ങളുണ്ടായി. പിന്നെ ബ്രിട്ടൻ അത് പുതുതായി രൂപകൽപ്പന ചെയ്ത ടാങ്കുകൾ പുറത്തേക്ക് എടുക്കുകയാണ്, ചിതറിച്ച് കളയുന്ന രീതി. ആ ഘട്ടത്തിൽ ജർമ്മനി മറ്റൊരു കണ്ടുപിടുത്തം നടത്തി. ഈ ബ്രിട്ടൻ സമുദ്രാധിപത്യത്തിൻ്റെ മേൽക്കൈയുള്ളവരാണല്ലോ. ലോകം മുഴുവൻ സമുദ്രത്തിൻ്റെ മേലാളന്മാർ ബ്രിട്ടനാണ്. ഇവരെ ഒന്ന് നട്ടെല്ലൊടിച്ചു വിടാമെന്ന് വിചാരിച്ച് അവരൊരു മറ്റൊരു കണ്ടുപിടുത്തം നടത്തി. ബോട്ട് എന്ന് പറയുന്ന അന്തർവാഹിനിയായിരുന്നു ആ കണ്ടുപിടുത്തം. അത് മുങ്ങാങ്കുഴിയിട്ട് കടലിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് വന്ന് കപ്പലുകളെ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. ഈ ഇന്ന കപ്പലുകളെന്നില്ല, ശത്രുക്കളായ രാജ്യങ്ങളുടെ എന്ന് തോന്നുന്ന യാത്രാ കപ്പലുകളും ചരക്ക് കപ്പലുകളും യുദ്ധക്കപ്പലുകളും എന്നൊന്നില്ല, എല്ലാം മുക്കാൻ തുടങ്ങി. അത് ഭീതിജനകമായി. ബ്രിട്ടൻ അപ്പോൾ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. അവരുടെ കൂട്ടാളികളായ അഥവാ കോളനികളായ രാജ്യങ്ങളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. എന്തിനധികം പറയുന്നു, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ യുദ്ധത്തിൽ പങ്കാളികളാകേണ്ടി വന്നു എന്നതും നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പോൾ യുദ്ധം വ്യാപിച്ചു, അത് പടരുകയാണ്. പിന്നെ ലക്ഷ്യം മാറിപ്പോയി. ആദ്യം യുദ്ധം തുടങ്ങിയത് ജർമ്മനി അല്ലായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ കൈവിട്ടുപോയി, ലക്ഷ്യം മാറി. പിന്നെ അതാത് രാജ്യങ്ങൾ സമീപ രാജ്യങ്ങളുടെ അതിർത്തികളെ കയറിപ്പിടിക്കാൻ തുടങ്ങി. നിയന്ത്രണമില്ലാതെ യുദ്ധം പോവുകയാണ്. അനേക ലക്ഷങ്ങൾ മരിക്കുകയാണ്. സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയാണ്. കുഞ്ഞുങ്ങളും സ്ത്രീകളും കുടുംബങ്ങളും ചിതറിപ്പോയി. ഒന്നാലോചിച്ച് നോക്കൂ. ആ അമ്മമാരും കുടുംബവും ചിതറിപ്പോയ കുഞ്ഞുങ്ങളെ നോക്കൂ, ഗർഭിണികളായ സ്ത്രീകളെ നോക്കൂ, സ്വയമായി രക്ഷപ്പെടുത്താൻ കഴിയാത്ത പ്രായമായ അവരുടെ അവസ്ഥ നോക്കൂ. അവർ നശിഞ്ഞുപോയ കുടുംബാംഗങ്ങളിൽ നിന്നും അവർക്ക് ജീവൻ പിടിച്ചു തീർത്താനായില്ല. അങ്ങനെയും അനേക ലക്ഷങ്ങൾ ആളുകൾ മരിച്ചു വീഴുകയാണ്. പട്ടാളക്കാർ ഏതാണ്ടും ലക്ഷങ്ങൾ തന്നെ ഇരുഭാഗത്തു നിന്നും കൊല്ലപ്പെടുകയാണ്, മൃഗീയമായി വധിക്കപ്പെടുകയാണ്. ഈ തരത്തിൽ മറ്റൊരു കുൽസിത പ്രവൃത്തി ജർമ്മനി ചെയ്തു. അഥവാ അവരുടെ കൂട്ടാളി ഒരു രാജ്യമായിരുന്നു മെക്സിക്കോ. അമേരിക്കയുടെ തൊട്ടടുത്തുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യമായ മെക്സിക്കോയിലേക്ക് ഒരു ടെലിഗ്രാം സന്ദേശം അയക്കുകയാണ്. സിമ്മർമാൻ ടെലിഗ്രാം എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് രഹസ്യമായി മെക്സിക്കോയോട് ജർമ്മനി ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഉടൻ തന്നെ അമേരിക്കയെ ആക്രമിക്കൂ. കാരണം അവരെ ഒന്ന് ചുരുങ്ങിക്കൊണ്ട് അവരെയും യുദ്ധത്തിലേക്ക് പിടിച്ചിറക്കാൻ എന്നുള്ള നിലയിലായിരുന്നു അതിൻ്റെ ആസൂത്രണം. ഈ ടെലിഗ്രാം പെട്ടെന്ന് പുറത്ത് പോവുകയും
അത് അമേരിക്കയിലാകെ സ്ഫോടനാത്മകമായ ഒരവസ്ഥ പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്തു. കാരണം യൂറോപ്പിൽ നടക്കുന്ന വലിയ വിപത്ത്, വലിയ യുദ്ധത്തിനിടയിലേക്ക് നിന്നുകൊണ്ട് അവർ നമ്മളെ വലിച്ചെടുക്കാൻ പോകുന്നു, അഥവാ അവർ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യം വന്നു. പൊതുജന സമ്മർദ്ദത്തിലൂടെ അമേരിക്കൻ ഭരണകൂടം യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. അവർ വലിയ ഫയർ പവർ അന്നും നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അവർ നിഷ്പക്ഷതയിലേക്കാണ് നിന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള സന്ദേശം വന്നതോടുകൂടി അവർക്ക് യുദ്ധത്തിനിറങ്ങാതെ നിവൃത്തിയില്ലാതെ വന്നു. അവർ സകലതും മുമ്പിലേക്ക് ഇറക്കിക്കൊണ്ട് ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവർ ജർമ്മനിയുടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ഏറ്റുമുട്ടുവാൻ പട്ടാളത്തെ ഇങ്ങോട്ട് ഇറക്കുകയാണ്. അവരുടെ കയ്യിൽ അത്യന്താധുനികമായ മറ്റനേകം ആയുധങ്ങളുണ്ടായിരുന്നു, കപ്പലുകളുണ്ടായിരുന്നു, അതിശക്തമായിരുന്നു. അവർക്ക് ബ്രിട്ടനെ ഉൾപ്പെടുന്ന രാജ്യങ്ങളെ സഹായിക്കാനുള്ള താല്പര്യത്തോടു കൂടി തന്നെ അവർ രംഗപ്രവേശം ചെയ്യുകയാണ്. യുദ്ധത്തിൻ്റെ ഗതി മാറി. ലോകം മുഴുവൻ യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ മാരകായുധങ്ങൾ ജർമ്മനി ഉൾപ്പെടെ വികസിപ്പിച്ചിരിക്കുന്നു. അവരും ഏറ്റുമുട്ടുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മിഷൻ ഗണ്ണുകളും മറ്റ് കവചിത വാഹനങ്ങളും അവരും നിർമ്മിച്ചു. യുദ്ധം അതിഘോരമായി തുടരുകയാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ അടുത്ത ഘട്ടം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത രംഗത്തേക്ക് നമുക്ക് കടന്നു നോക്കാം. വളരെ സങ്കീർണമായ വ്യതിയാനങ്ങൾ ഈ യുദ്ധത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. സി യു ഷോർട്ട്ലി. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. സി യു ഷോർട്ട്ലി. താങ്ക് യു.